അനന്തമായ ആകാശമണ്ഡലത്തിലെ 27 നക്ഷത്ര രൂപങ്ങളിൽ ഏറ്റവും ഗൂഢവും എന്നാൽ പ്രഭാവമേറിയതുമായ ഒന്ന് ഏതാണെന്ന് ചോദിച്ചാൽ ജ്യോതിഷ പണ്ഡിതന്മാർക്ക് ഒരേ ഒരു ഉത്തരമേ നൽകാനുണ്ടാകൂ. അത് തിരുവാതിരയാണ്. ആകാശത്തിലെ 6ാമത്തെ നക്ഷത്രമായി മിന്നിത്തിളങ്ങുന്ന തിരുവാതിര വെറുമൊരു നക്ഷത്രമല്ല. അത് പ്രപഞ്ചത്തിന്റെ സംഹാരമൂർത്തിയായ പരമശിവന്റെ രൗദ്രഭാവവും രാഹുവിന്റെ വിപ്ലവകരമായ ബുദ്ധിശക്തിയും ഒത്തുചേരുന്ന ഒരു ഊർജ്ജ കേന്ദ്രമാണ്. ആർദ്ര എന്ന സംസ്കൃത നാമത്തിൽ അറിയപ്പെടുന്ന ഈ നക്ഷത്രത്തിന് ഈർപ്പമുള്ളതെന്നോ കണ്ണുനീർ തുള്ളി എന്നോ ആണ് അർത്ഥം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പേരിൽ തന്നെ തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിന്റെ സത്ത മുഴുവൻ അടങ്ങിയിരിക്കുന്നു. ഒരു പേമാരിക്ക് മുൻപുള്ള അന്തരീക്ഷത്തിലെ കനം തൂങ്ങിയ ഈർപ്പം പോലെ തിരുവാതിര നക്ഷത്രക്കാരുടെ ഉള്ളിൽ എപ്പോഴും അറിവിന്റെയും വികാരങ്ങളുടെയും ഒരു വലിയ ലോകം തിരതല്ലുന്നുണ്ടാകും. കണ്ണുനീർ എന്നത് ഒരു ദുഃഖത്തിന്റെ മാത്രം അടയാളമല്ല, മറിച്ച് അത് ശുദ്ധീകരണത്തിന്റെയും പുതിയൊരു തുടക്കത്തിന്റെയും പ്രതീകം കൂടിയാണ്. ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ മണ്ണിൽ പതിക്കുമ്പോൾ ഭൂമി നവീകരിക്കപ്പെടുന്നത് പോലെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും കണ്ണുനീരിനെയും അതിജീവിച്ച് കരുത്തായി ഉയർത്തെഴുന്നേൽക്കാൻ കഴിവുള്ളവരാണ് ഈ നക്ഷത്രക്കാർ. എന്തുകൊണ്ടാണ് തിരുവാതിര നക്ഷത്രക്കാർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകുന്നത്? മിഥുന രാശിയുടെ നൈസർഗികമായ ബുദ്ധിശക്തിയും കമ്മ്യൂണിക്കേഷൻ കഴിവുകളും ഇവർക്കുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നത് നിഗൂഢതകളുടെ ഗ്രഹമായ രാഹുവാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ചിന്തകൾ പലപ്പോഴും കാലത്തിനു മുൻപേ സഞ്ചരിക്കുന്നവയായിരിക്കും. മറ്റുള്ളവർ കാണാത്തത് കാണാനും അവർ ചിന്തിക്കാത്തത് പ്രവർത്തിക്കാനും തിരുവാതിരക്കാർക്ക് അനായാസം സാധിക്കുന്നു. എന്നാൽ കടലിലെ തിരമാലകൾ പോലെ ഉയർന്നു താഴുന്ന ഇവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും ജീവിതത്തിൽ കൃത്യമായ ഒരു ദിശാബോധം കണ്ടെത്താനും പലപ്പോഴും ഇവർ പ്രയാസപ്പെടാറുണ്ട്. ഇവിടെയാണ് സംഖ്യാശാസ്ത്രത്തിന്റെ പ്രസക്തി. പ്രപഞ്ചത്തിലെ ഓരോ ചലനവും അക്കങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തിരുവാതിര നക്ഷത്രത്തിന്റെ അധിപനായ രാഹുവും രാശിയാധിപനായ ബുധനും ഓരോ പ്രത്യേക ഊർജ്ജ സ്പന്ദനങ്ങളുണ്ട്. ഈ സ്പന്ദനങ്ങളുമായി പൊരുത്തപ്പെടുന്ന അക്കങ്ങൾ അഥവാ ഭാഗ്യ നമ്പറുകൾ തിരഞ്ഞെടുക്കുന്നത് വഴി ജീവിതത്തിലെ സംഘർഷങ്ങൾ കുറയ്ക്കാനും വിജയത്തിന്റെ പാത സുഗമമാക്കാനും സാധിക്കും. നമ്പർ 4 രാഹുവിനെ പ്രതിനിധീകരിക്കുന്നു. ഇത് തിരുവാതിരക്കാർക്ക് നൽകുന്നത് അസാധാരണമായ മനക്കരുത്തും പോരാട്ട വീര്യവുമാണ്. നമ്പർ 5 ബുധനെ സൂചിപ്പിക്കുന്നു. ഇത് അവർക്ക് തന്ത്രപരമായ ബുദ്ധിശക്തിയും മാറ്റങ്ങളോട് പൊരുത്തപ്പെടാനുള്ള കഴിവും നൽകുന്നു. ഈ അക്കങ്ങൾ കേവലം അക്കങ്ങളല്ല, മറിച്ച് തിരുവാതിരക്കാരുടെ വ്യക്തിത്വത്തിലെ പോരായ്മകളെ പരിഹരിക്കാനും അവരുടെ കഴിവുകളെ ഉത്തേജിപ്പിക്കാനും സഹായിക്കുന്ന താക്കോലുകളാണ്. തൊഴിൽ രംഗത്തെ വെല്ലുവിളികൾ, സാമ്പത്തികമായ അസ്ഥിരതകൾ, പ്രണയത്തിലെയും കുടുംബജീവിതത്തിലെയും വിള്ളലുകൾ എന്നിവയെ നാം അതിജീവിച്ച് ഒരു തിരുവാതിര നക്ഷത്രക്കാരന് എങ്ങനെ തന്റെ ഭാഗ്യ നമ്പറുകളിലൂടെ ഉന്നതിയിലെത്താം. നിങ്ങളുടെ ജന്മനക്ഷത്രത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി രാഹുവിന്റെയും രുദ്രന്റെയും അനുഗ്രഹത്തോടെ ജീവിതം എങ്ങനെ മാറ്റിമറിക്കാം. വ്യക്തിത്വം, തൊഴിൽ, പ്രണയം, ആരോഗ്യം, സാമ്പത്തികം എന്നിങ്ങനെ ജീവിതത്തിന്റെ വിവിധ മേഖലകളെ അടിസ്ഥാനമാക്കി തിരുവാതിര നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പറുകളെക്കുറിച്ചും അവരുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങളെക്കുറിച്ചുമുള്ള വിപുലമായ ഒരു യാത്രയാണ് ഈ വീഡിയോ. പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച തിരുവാതിര നക്ഷത്രത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. നിങ്ങളുടെ ജീവിതത്തെ ഭാഗ്യത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ ഈ അറിവുകൾ നിങ്ങളെ സഹായിക്കുമെന്ന് ഉറപ്പാണ്. തിരുവാതിര നക്ഷത്രത്തിന്റെ അധിപൻ രാഹു ആയതുകൊണ്ട് തന്നെ സംഖ്യാശാസ്ത്രത്തിൽ രാഹു സൂചിപ്പിക്കുന്ന 4 എന്ന അക്കം തിരുവാതിരക്കാരുടെ പ്രധാന ഭാഗ്യ നമ്പറായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ മിഥുന രാശിയുടെ അധിപനായ ബുധന്റെ സംഖ്യയായ 5ഉം ഇവർക്ക് അനുകൂലമായ ബലങ്ങൾ നൽകാറുണ്ട്. തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ ബുദ്ധിശാലികളും നർമ്മബോധമുള്ളവരുമായിരിക്കും. എന്നാൽ ഇവരുടെ മനസ്സിൽ എപ്പോഴും ഒരു സംഘർഷം നിലനിൽക്കാറുണ്ട്. കണ്ണുനീർ തുള്ളി അടയാളമായുള്ള ഈ നക്ഷത്രക്കാർ പെട്ടെന്ന് വൈകാരികമായി പ്രതികരിക്കുന്നവരാണ്. നമ്പർ 4 രാഹുവിനെ പ്രതിനിധീകരിക്കുന്നു. ഇത് തിരുവാതിരക്കാർക്ക് വിപ്ലവകരമായ ചിന്താഗതി നൽകുന്നു. പരമ്പരാഗതമായ രീതിയിൽ നിന്ന് മാറി ചിന്തിക്കാൻ ഇവർക്ക് സാധിക്കും. കഠിനാധ്വാനം ചെയ്യാൻ മടിയില്ലാത്തവരാണിവർ. എന്നാൽ ചിലപ്പോൾ അനാവശ്യമായ വാശിയും ദേഷ്യവും ഇവരെ കുഴപ്പത്തിലാക്കാറുണ്ട്. മിഥുന രാശിയുടെ സ്വാധീനമുള്ളതിനാൽ ഇവർ മികച്ച വാഗ്മികളായിരിക്കും. നമ്പർ 5 ഇവർക്ക് കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാനുള്ള കഴിവും പുതിയ വിദ്യകൾ പഠിക്കാനുള്ള താല്പര്യവും നൽകുന്നു. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഏതു ജോലിയും ഏറ്റെടുക്കാനുള്ള ധൈര്യമുണ്ട്. ഗവേഷണം, IT, ശാസ്ത്രം, ആശയവിനിമയം തുടങ്ങിയ മേഖലകളിൽ ഇവർ ശോഭിക്കുന്നു. രാഹുവിന്റെ സ്വാധീനം മൂലം വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യാനോ വിദേശ കമ്പനികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനോ ഇവർക്ക് ഭാഗ്യമുണ്ടാകും. ഭാഗ്യ നമ്പറായ 4 അല്ലെങ്കിൽ 5 വരുന്ന തീയതികളിൽ ജോലിയിൽ പുതിയ ചുവടുവെപ്പുകൾ നടത്തുന്നത് ഉത്തമമാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം, ട്രാൻസ്പോർട്ട്, ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, എഴുത്ത് തുടങ്ങിയ മേഖലകൾ ഇവർക്ക് അനുയോജ്യമാണ്. ഭാഗ്യദിനങ്ങൾ നോക്കുമ്പോൾ ബുധൻ, ശനി ഈ ദിവസങ്ങളിൽ വരുന്ന 4, 13, 22, 5, 14, 23 തീയതികൾ ഇവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ മികച്ചതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ തിരുവാതിര നക്ഷത്രക്കാർ സമ്മിശ്ര ഫലങ്ങൾ അനുഭവിക്കുന്നവരാണ്.
പെട്ടെന്നുള്ള ധനലാഭവും അതുപോലെ തന്നെ അപ്രതീക്ഷിത ചെലവുകളും ഇവരെ പിന്തുടരാറുണ്ട്. തങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ, ക്രെഡിറ്റ് കാർഡ് പിന്നുകൾ അല്ലെങ്കിൽ ബിസിനസ് പാർട്ണർഷിപ്പുകൾ എന്നിവയിൽ 4, 5, 8 എന്നീ അക്കങ്ങൾ വരുന്നത് ഇവർക്ക് ഗുണകരമാകും. രാഹുവിന്റെ നമ്പറായ 4 പെട്ടെന്നുള്ള ഭാഗ്യങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. എന്നാൽ 8 എന്ന അക്കം സ്ഥിരതയും ദീർഘകാല സമ്പാദ്യവും ഉറപ്പാക്കുന്നു. തിരുവാതിര നക്ഷത്രക്കാർ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ളവരാണ്. എങ്കിലും ഇവരുടെ സംശയ പ്രകൃതിയും പെട്ടെന്നുള്ള ദേഷ്യവും കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയേക്കാം. മറ്റൊരു വ്യക്തിയുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ അവരുടെ ജന്മസംഖ്യ 5ഓ 6ഓ ആണെങ്കിൽ തിരുവാതിരക്കാർക്ക് അവരുമായി നല്ല പൊരുത്തം ഉണ്ടാകാറുണ്ട്. ശുക്രന്റെ നമ്പറായ 6 പ്രണയ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകുന്നു. വിവാഹ തീയതി നിശ്ചയിക്കുമ്പോൾ ഭാഗ്യ നമ്പറുകൾ പരിഗണിക്കുന്നത് ദാമ്പത്യ വിജയത്തിന് സഹായിക്കും. തിരുവാതിര നക്ഷത്രക്കാർ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ, അലർജി എന്നിവ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭാഗ്യ നമ്പറുകൾ പോലെ പ്രധാനമാണ് ഭാഗ്യവർണ്ണങ്ങളും. കറുപ്പ്, കടുംനീല, പച്ച, വെളുപ്പ് നിറം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വടക്കു പടിഞ്ഞാറ് ദിശ ഇവർക്ക് വിജയങ്ങൾ നൽകുന്ന ദിശയാണ്. പുതിയ വീട് വെക്കുമ്പോഴോ ഓഫീസ് മുറി ക്രമീകരിക്കുമ്പോഴോ ഈ ദിശ പരിഗണിക്കുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കും. തിരുവാതിരയുടെ ദേവത രുദ്രനായതിനാൽ തിങ്കളാഴ്ചകളിലോ തിരുവാതിര നക്ഷത്ര ദിവസങ്ങളിലോ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഓം നമഃശിവായ അല്ലെങ്കിൽ രാഹുമന്ത്രം നിത്യവും 108 തവണ ജപിക്കുന്നത് ഗുണകരമാണ്. ഭാഗ്യ നമ്പറായ 4 ഒരു ലക്കി ചാമായി സൂക്ഷിക്കുന്നത് മാനസിക വ്യക്തത നൽകും. പഠനമുറിയിൽ 5 എന്ന അക്കം എഴുതിയ കലണ്ടറോ ചിത്രമോ വെക്കുന്നത് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഗണിതം, ശാസ്ത്രം, സാങ്കേതിക വിദ്യ എന്നീ വിഷയങ്ങളിൽ ഇവർക്ക് സ്വാഭാവികമായ കഴിവുണ്ടാകും. പരീക്ഷാ ഹാളിൽ പോകുമ്പോഴോ അപേക്ഷകൾ സമർപ്പിക്കുമ്പോഴോ ഭാഗ്യ നമ്പറുകൾ വരുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. പേരുകളും കമ്പനി പേരുകളും തിരഞ്ഞെടുക്കുമ്പോൾ 4 എന്ന അക്കത്തിന് അനുയോജ്യമായ അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നത് വിജയം കൊണ്ടുവരും. നിങ്ങളുടെ മൊബൈൽ നമ്പർ, പാസ്വേഡുകൾ, പ്രധാനപ്പെട്ട രേഖകളുടെ നമ്പറുകൾ എന്നിവയിൽ 4 എന്ന അക്കം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് നല്ല ഊർജം നൽകും. പൂജകൾ, പ്രാർത്ഥനകൾ, ധ്യാനം എന്നിവയ്ക്ക് 4 എന്ന അക്കത്തിന് പ്രാധാന്യം നൽകുന്നത് നല്ലതാണ്. 4 ദിവസത്തെ വ്രതങ്ങൾ അനുഷ്ഠിക്കുകയോ 4 വിളക്കുകൾ കത്തിക്കുകയോ ചെയ്യുന്നത് പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കും. തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല സ്വഭാവ ഗുണങ്ങൾ ഉണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ഇവർക്ക് പലപ്പോഴും ക്ഷമ കുറവായിരിക്കും. പെട്ടെന്ന് ദേഷ്യം വരികയും ആത്മാഭിമാനം മുറിവേൽപ്പിക്കപ്പെട്ടാൽ പ്രതികരിക്കുകയും ചെയ്യും. ഇത് ചിലപ്പോൾ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. അതുകൊണ്ട് ക്ഷമ പരിശീലിക്കുന്നത് വളരെ പ്രധാനമാണ്. അവർ പലപ്പോഴും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുകയും പിന്നീട് അത് മാറ്റുകയും ചെയ്യാറുണ്ട്. ഇത് ജീവിതത്തിൽ അസ്ഥിരതകൾക്ക് കാരണമായേക്കാം. അതുകൊണ്ട് എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാതെ ശ്രദ്ധാപൂർവം ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ഇവർക്ക് ബന്ധങ്ങളിൽ പലപ്പോഴും ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സംസാരശേഷി കൂടുതലായതുകൊണ്ട് ചിലപ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാനുള്ള പ്രവണതയുണ്ടാകാം. അതുകൊണ്ട് ബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുകയും മറ്റുള്ളവരുമായി നല്ല രീതിയിൽ ഇടപഴകാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇവർക്ക് പണം കൈകാര്യം ചെയ്യുന്നതിൽ ചിലപ്പോൾ ശ്രദ്ധ കുറവുണ്ടായേക്കാം. അനാവശ്യമായി പണം ചെലവഴിക്കാനുള്ള പ്രവണതയുണ്ടാകാം. അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുകയും ഭാവിയിലേക്ക് പണം സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യുക. തിരുവാതിര നക്ഷത്രക്കാർ അവരുടെ ഊർജത്തെ കൃത്യമായി വിനിയോഗിച്ചാൽ ലോകം കീഴടക്കാൻ ശേഷിയുള്ളവരാണ്. 4 എന്ന ഭാഗ്യ നമ്പർ നൽകുന്ന കരുത്തും 5 നൽകുന്ന ബുദ്ധിപരമായ നീക്കങ്ങളും ഒത്തുചേരുമ്പോൾ ഇവർക്ക് തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. എങ്കിലും അമിതമായ ആത്മവിശ്വാസവും ദേഷ്യവും നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഈ ഭാഗ്യ നമ്പറുകളെ ഒരു വഴികാട്ടിയായി ഉപയോഗിക്കുക. ജ്യോതിഷവും സംഖ്യാശാസ്ത്രവും ജീവിതത്തിൽ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാനുള്ള ഉപാധികളാണ്. കഠിനാധ്വാനത്തോടൊപ്പം ഭാഗ്യ നമ്പറുകളുടെ പിന്തുണയും ചേരുമ്പോൾ തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാകും.